ഹലോ മൈ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിഫ്ത്ത് സെമസ്റ്റർ BBAയിലെ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന പേപ്പറിൽ തേർഡ് മൊഡ്യൂളായിട്ടുള്ള കപ്പാസിറ്റി പ്ലാനിംഗ് ആണ്. അപ്പോൾ ഈ കപ്പാസിറ്റി പ്ലാനിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേമിന് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷന് എത്രമാത്രം എമൗണ്ട് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പ്ലാനിംഗ് ആണ് ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്, ഈ ഒരു ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, ഇറ്റ് മീൻസ് ദ എമൗണ്ട് ഓഫ് ഗുഡ്സ് ദാറ്റ് ഫേം ഈസ് ക്യാപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് ഓവർ എ സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈം. ഓക്കെ, ഒരു സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈമിൽ ഒരു ഫേമിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് ഓഫ് ഗുഡ്സിനെയാണ് അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ദെൻ കപ്പാസിറ്റി റിക്വയർമെൻറ്റ് പ്ലാനിങ് നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ്. നോക്കൂ, ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് മാനുഫാക്ചറിങ് റിക്വയർമെൻറ്റ് പ്ലാനിങ്. It is carried out after a manufacturing resource planning program has been run. ഓക്കെ, അതായത് മാനുഫാക്ചറിങ് റിക്വയർമെൻറ്റ് പ്ലാനിങ്ങിൻ്റെ ഒരു പാർട്ടാണ് കപ്പാസിറ്റി റിക്വയർമെൻറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഒരു റിസോഴ്സ് മാനുഫാക്ചർ ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഇത് നടത്തുന്നത്. നോക്കൂ, ഇനി ടൈപ്സ് ഓഫ് കപ്പാസിറ്റി, 3 തരത്തിലുള്ള കപ്പാസിറ്റിയാണുള്ളത്. മാക്സിമം കപ്പാസിറ്റി, എഫക്റ്റീവ് കപ്പാസിറ്റി ആൻഡ് ഡെമോൺസ്ട്രേറ്റഡ് കപ്പാസിറ്റി. മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് റേറ്റ് ഓഫ് ഔട്ട്പുട്ട് എ പ്രോസസ് ഓർ ആക്ടിവിറ്റി ക്യാൻ അച്ചീവ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഡിസൈൻ കപ്പാസിറ്റി. ഈ മാക്സിമം കപ്പാസിറ്റിയെ ഡിസൈൻ കപ്പാസിറ്റി എന്ന് വിളിക്കുന്നുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഏറ്റവും ഒരു പ്രോസസ്സിലൂടെ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിയിലൂടെ ഏറ്റവും കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ആ ഒരു ഹയസ്റ്റ് റേറ്റിനെയാണ് മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇനി എഫക്റ്റീവ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ആക്ച്വൽ കപ്പാസിറ്റി ടു റിഫ്ലക്റ്റ് കറൻറ്റ് കണ്ടീഷൻസ് ആൻഡ് ദാറ്റ് കുഡ് ബി ലെസ് ദാൻ ഓർ മോർ ദാൻ ഡിസൈൻ കപ്പാസിറ്റി. ഓക്കെ, അതായത് ഈ എഫക്റ്റീവ് കപ്പാസിറ്റി എന്ന് പറയുന്നത് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന, ഫേമിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ആക്ച്വൽ കപ്പാസിറ്റി, അതായത് ഫേമിൻ്റെ കറക്റ്റ് കണ്ടീഷൻ റിഫ്ലക്റ്റ് ചെയ്യുന്ന ആക്ച്വൽ കപ്പാസിറ്റിയാണ് എഫക്റ്റീവ് കപ്പാസിറ്റി. ഇറ്റ് മേ ഓർ മേ നോട്ട് ബി ലെസ് ദാൻ ഓർ മോർ ദാൻ ഡിസൈൻഡ് കപ്പാസിറ്റി. മാക്സിമം കപ്പാസിറ്റീനെക്കാട്ടിലും ചിലപ്പോൾ കൂടുതലോ അല്ലെങ്കിൽ കുറവോ ആയിരിക്കും എഫക്റ്റീവ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഒരു ഫേമിൻ്റെ കറൻറ്റ് കണ്ടീഷൻ കാണിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെ, കറൻറ്റ് കണ്ടീഷൻ റിഫ്ലക്റ്റ് ചെയ്യുന്ന ആക്ച്വൽ കപ്പാസിറ്റിയാണ് എഫക്റ്റീവ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇനി ഡെമോൺസ്ട്രേറ്റഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് മെഷർ ദ ആക്ച്വൽ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഫോർ എ പ്രോസസ് ഓർ ആക്ടിവിറ്റി ഓർ എ സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈം. അല്ലേ, ആ ഒരു സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈമിൽ ഒരു പ്രോസസ്സിൻ്റെ അല്ലെങ്കിൽ ആക്ടിവിറ്റിയുടെ ആക്ച്വൽ ലെവൽ ഓഫ് ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നതിനെയാണ് ഡെമോൺസ്ട്രേറ്റഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം കപ്പാസിറ്റി എന്താണെന്ന് നോക്കുക, എഫക്റ്റീവ് കപ്പാസിറ്റി ആൻഡ് ഡെമോൺസ്ട്രേറ്റഡ് കപ്പാസിറ്റി. ഇനി വന്നിട്ട് പ്രോസസ് ഓഫ് കപ്പാസിറ്റി പ്ലാനിങ്. കപ്പാസിറ്റി പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്സ് ആണ് പറയുന്നത്. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, കപ്പാസിറ്റി ഡെസിഷൻസ്, ഫെസിലിറ്റീസ് പ്ലാനിങ് ആൻഡ് ഡെസിഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ. ഓക്കെ, ആദ്യം എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിമാൻഡുകൾ ഫോർകാസ്റ്റ് ചെയ്യുക, അതിനനുസരിച്ച് കപ്പാസിറ്റി എത്ര മാത്രം റെഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തീരുമാനം എടുക്കുക. അതിന് വേണ്ടുന്ന ഫെസിലിറ്റി പ്ലാനിങ്ങിൽ ലൊക്കേഷനും സൈറ്റുകളൊക്കെ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. പിന്നെ പ്ലാന്റുകൾ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഡെസിഷനും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും. ഇതാണ് കപ്പാസിറ്റി പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഇനി കപ്പാസിറ്റി പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് കപ്പാസിറ്റി പ്ലാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എബിലിറ്റി ടു മീറ്റ് ഫ്യൂച്ചർ ഡിമാൻഡ്, അല്ലേ, ഫ്യൂച്ചർ ഡിമാൻഡ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ദെൻ ഹെൽപ്സ് ഇൻ പ്രിപ്പയറിങ് ബജറ്റുകൾ പ്രിപ്പയർ ചെയ്യുന്നതിന്, എത്രമാത്രം നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്ന് നമ്മൾ അറിഞ്ഞാൽ മാത്രമാണ് അതിന് വേണ്ടുന്ന ബജറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്, അല്ലേ. ദ നെക്സ്റ്റ്, റെഡ്യൂസ് കോംപ്ലക്സിറ്റി ഇൻ മാനുഫാക്ചറിങ് ഓപ്പറേഷൻസിൽ കോംപ്ലക്സിറ്റി കുറക്കാനും കപ്പാസിറ്റി പ്ലാനിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇറ്റ് ഇൻവോൾവ്സ് ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്സിൻ്റെ ലോങ് ടേം കമ്മിറ്റ്മെൻറ്റും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ കപ്പാസിറ്റി പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ടു മീറ്റ് ഫ്യൂച്ചർ ഡിമാൻഡ് ആൻഡ് പ്രിപ്പയറിംഗ് ദ ബജറ്റ് ആൻഡ് ഫോർ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. ദെൻ ടു റെഡ്യൂസ് കോംപ്ലക്സിറ്റി ഇൻ മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ്, ഇറ്റ് ഇൻവോൾവ്സ് ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്സ്. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് കപ്പാസിറ്റി പ്ലാനിംഗ് എന്ന് പറയുന്നത് അഗ്രി ഓൺ കോമൺ ഡെഫിനിഷൻ ഫോർ കപ്പാസിറ്റി പ്ലാനിങ്. കപ്പാസിറ്റി പ്ലാനിങ്ങിൻ്റെ കോമൺ ഡെഫിനിഷൻ എന്താണോ അതിന് എന്ത് ചെയ്തിരിക്കണം, ഒരു മീനിങ്ങും കൊടുത്തിരിക്കണം എന്നാണ് പറയുന്നത്. ദെൻ സെലക്ട് എ കപ്പാസിറ്റി പ്ലാനിങ് പ്രോസസ് ഓണർ, അല്ലെ, കപ്പാസിറ്റി പ്ലാനിങ് പ്രോസസ് ഓണറിന് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ദെൻ നെക്സ്റ്റ്, ഐഡൻറ്റിഫൈ ദ കീ റിസോഴ്സ് ടു ബി മെഷർ ചെയ്യാനുള്ള കീ റിസോഴ്സുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക.
ആൻഡ് കമ്പയർ കറണ്ട് യൂട്ടിലൈസേഷൻ ഓഫ് മാക്സിമം കപ്പാസിറ്റി. മാക്സിമം കപ്പാസിറ്റീൻ്റെ കറണ്ട് യൂട്ടിലൈസേഷൻ എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാം. നെക്സ്റ്റ് ടേമാണ് മെയിൻ്റനൻസും മെയിൻ്റനൻസ് മാനേജ്മെൻറ്റ്. മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മെഷീനുകളും എക്യുപ്മെൻറ്റുകളിലും ഇടയ്ക്കിടയ്ക്ക് അല്ലേ എന്ത് ചെയ്യണം, അതായത് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മെയിൻ്റനൻസ് ആവശ്യമാണ്. പ്രോപ്പർ മെയിൻ്റനൻസ് കൊടുത്താൽ മാത്രമാണ് എന്താവുള്ളൂ വർക്കിംഗ് കണ്ടീഷൻ നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ആ ഒരു പ്രോസസ്സിനെയാണ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. അത് നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നതിനാണ് മെയിൻ്റനൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുക. നെക്സ്റ്റ് 3 തരത്തിലുള്ള മെയിൻ്റനൻസ് ഉണ്ട്. ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ്, പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് ആൻഡ് പ്രഡിക്റ്റീവ് മെയിൻ്റനൻസ്. ഓക്കെ, അപ്പോൾ ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അണ്ടർ ദിസ് ടൈപ്പ് ഓഫ് മെയിൻ്റനൻസ് എ മെഷീൻ അലൗസ് ടു ഓപ്പറേറ്റ് ടിൽ ഇറ്റ് ബ്രേക്ക്. അല്ലേ, എന്താണ് അതിൻ്റെ ആ ഒരു ബ്രേക്ക് ആവുന്ന സമയത്ത് എന്ത് ചെയ്യുന്നതാണ്, മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് അഡ്വാൻറ്റേജസ് ഉണ്ട്, അതേപോലെ എന്താണ് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ലോ കോസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മതി. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലോ കോസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മതി, ലെസ് സ്റ്റാഫിനെ ആവശ്യമുള്ളൂ. ഓക്കെ, ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ലേബർ കോസ്റ്റ് ഇവിടെ എന്തായിരിക്കും, കൂടുതലായിരിക്കും. അതായത് ബ്രേക്ക് ആവുന്നത് വരെ മെഷീനുകൾ എന്ത് ചെയ്യണം, ഓപ്പറേറ്റ് ചെയ്യാൻ വരികയാണ്. അപ്പോൾ അത്രയും ഓപ്പറേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ലേബേഴ്സിന് അവിടെ എന്ത് ചെയ്യേണ്ടി വരും, സാലറി കൊടുക്കേണ്ടി വരും അല്ലേ. അപ്പോൾ അതാണ് ലേബർ കോസ്റ്റ് അവിടെ കൂടുതലാണ്. പിന്നെ പോസിബിൾ പ്രോസസ് ഡാമേജ് ഫ്രം എക്യുപ്മെൻറ്റ് ഫെയിലർ അല്ലേ. എക്യുപ്മെൻറ്റ് ഫെയിലർ എന്ന് അവിടെ എന്ത് ചെയ്യാനുള്ള സാധ്യത, ഡാമേജ് ഉണ്ടാവാനുള്ള അല്ലേ, പ്രോസസ് ഡാമേജിനുള്ള സാധ്യത കാണുന്നുണ്ട്. ദെൻ കോസ്റ്റ് കൂടും. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അൺപ്ലാൻഡ് ഡൗൺ ടൈം ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ കോസ്റ്റ് കൂടാനുള്ള സാധ്യതയും വരുന്നുണ്ട്. ഓക്കെ, ഇനി പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ ദിസ് ടൈപ്പ് ഓഫ് മെയിൻ്റനൻസ് ഈസ് പ്രിവെൻറ്റീവ് ഇൻ നേച്ചർ. ഇറ്റ് ഈസ് ദ റെഗുലർ ആൻഡ് റുട്ടീൻ മെയിൻ്റനൻസ്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ മാത്രമാണ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ. ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റുട്ടീനായിട്ടില്ല, റെഗുലർ ആൻഡ് റുട്ടീനായിട്ട് ഇവിടെ ഓരോ എക്യുപ്മെൻറ്റിനെയും എന്ത് ചെയ്തുകൊണ്ടിരിക്കും, മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കോസ്റ്റ് ഇഫക്റ്റീവാണ്, എനർജി സേവിങ് ആണ്, പിന്നെ പ്രോസസ് ഫെയിലർ എന്താക്കുന്നു, റെഡ്യൂസ് ചെയ്യുന്നു, കമ്പനി ലൈഫ് സൈക്കിൾ ഇൻക്രീസ് ചെയ്യുന്നു. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലേബർ ഇൻറ്റൻസീവ് ആണ്, അത് ചെയ്യുന്നത് ലേബേഴ്സാണ്, ലേബർ ഇൻറ്റൻസീവ് ആണ്. ദെൻ ഇൻക്ലൂഡ് പെർഫോമൻസ് ഓഫ് അൺനീഡഡ് മെയിൻ്റനൻസ്, ആവശ്യമില്ലാത്ത മെയിൻ്റനൻസും എന്ത് ചെയ്യും, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. നെക്സ്റ്റ് പ്രഡിക്റ്റീവ് മെയിൻ്റനൻസ് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടൈം ബേസ്ഡ് മെയിൻ്റനൻസിനെയാണ് നമ്മൾ പ്രഡിക്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുക. ഇറ്റ് മോണിറ്റർ ദ പെർഫോമൻസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് എക്യുപ്മെൻറ്റ് ഡ്യൂറിങ് നോർമൽ ഓപ്പറേഷൻ ടു റെഡ്യൂസ് ദ ഫെയിലേഴ്സ് അല്ലേ. അതായത് ഫെയിലർ കുറക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ആ ഒരു നോർമൽ ഓപ്പറേഷൻ ടൈമിൽ അതിനെന്ത് ചെയ്യുക, അതിനെ മോണിറ്റർ ചെയ്യുന്നതിനെയാണ് എന്ന് പറയുന്നത്. ആ ഒരു വർക്ക് എക്യുപ്മെൻറ്റിൻ്റെ പെർഫോമൻസും അതിൻ്റെ കണ്ടീഷൻ ഓഫ് വർക്കിങ്ങും എന്ത് ചെയ്യുക, മോണിറ്റർ ചെയ്യുന്നതിനെയാണ് പ്രഡിക്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് കമ്പണൻറ്റ് ഓഫ് ഓപ്പറേഷൻ ലൈഫ്, അലൗ പ്രീ എംപ്റ്റീവ് കറക്റ്റീവ് ആക്ഷനാണ് കൊടുക്കുന്നത്, ബെറ്റർ പ്രൊഡക്റ്റ് ക്വാളിറ്റി, ഇംപ്രൂവ്ഡ് വർക്ക് എംപ്ലോയ്മെൻറ്റ് സേഫ്റ്റി ആൻഡ് ഡിക്രീസ് ഇൻ കോസ്റ്റ് ഓഫ് പാർട്സ് ഓഫ് ലേബർ അല്ലേ. ദെൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താ, ഹൈ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഡയഗ്നോസ്റ്റിക് എക്യുപ്മെൻറ്റ്. ഹൈ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഡയഗ്നോസ്റ്റിക് എക്യുപ്മെൻറ്റിന്, അതായത് എന്തെങ്കിലും പെർഫോമൻസ് കറക്റ്റാണോ, ഓക്കെ കണ്ടീഷൻ ഓക്കെ ആണോ നിങ്ങൾ ഡയഗ്നോസ് ചെയ്ത് നോക്കുന്ന എക്യുപ്മെൻറ്റുകൾ ഉണ്ടാവും. അതിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, അതായത് എക്യുപ്മെൻറ്റ് വാങ്ങേണ്ടി വരും. ഓക്കെ, അതിനാണ് ഹൈ ഇൻവെസ്റ്റ്മെൻറ്റിന് ഡയഗ്നോസ്റ്റിക് എക്യുപ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ സ്റ്റാഫ് ട്രെയിനിങ്ങിനും, അതായത് ഇത് നല്ല രീതിയിൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വെൽ ടാലൻറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫ് ആവശ്യമാണ്. അപ്പോൾ അവരെയും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്, സ്റ്റാഫിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് അവർക്കും എന്തുണ്ട്, ഹൈ ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് മെയിൻ്റനൻസ് പ്ലാനിങ് ആണ്. ഓക്കെ, അപ്പോൾ മെയിൻ്റനൻസ്, അതിൻ്റെ മാനേജ്മെൻറ്റ്, അതിൻ്റെ ടൈപ്സ് നമ്മൾ നോക്കി. നെക്സ്റ്റ് മെയിൻ്റനൻസ് പ്ലാനിങ് ആണ്. മെയിൻ്റനൻസ് പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിവിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലേ, മെയിൻ്റനൻസ് ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യുക, നമ്മൾ മുൻകൂട്ടി തിങ്ക് ചെയ്യുന്നതിനെയാണ്, ഡിസിഷൻ മുൻകൂട്ടി എടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, മെയിൻ്റനൻസ് പ്ലാനിങ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് റിലയബിലിറ്റി സെൻറ്റേർഡ് മെയിൻ്റനൻസ്, RCM. It is defined as a process used to determine the maintenance requirements of any physical asset in its operation context അല്ലേ. ഏതൊരു ഫിസിക്കൽ അസറ്റിൻ്റെയും അതിൻ്റെ ഓപ്പറേഷൻ കോണ്ടെക്സിൽ അതിനാവശ്യമായിട്ടുള്ള മെയിൻ്റനൻസ് ഏതാണ് എന്ന് ഡിറ്റർമിൻ ചെയ്യുന്ന
ഒരു പ്രോസസ്സ്, അതിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രോസസ്സാണ് RCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ വർക്കിംഗ് കണ്ടീഷനിൽ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഓപ്പറേഷൻ കോണ്ടെക്സ്റ്റിൽ എന്താണ് ഏതൊരു ഫിസിക്കൽ അസറ്റിൻ്റെയും എന്തൊക്കെ മെയിൻ്റനൻസ് ആണ് അതിന് ആവശ്യമായിട്ടുള്ളത് എന്ന് ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു പ്രോസസ്സ്, അല്ലെങ്കിൽ അതിന് വേണ്ടി ഉപയോഗിക്കുന്നതിനെയാണ് റിലയബിലിറ്റി സെൻറ്റേർഡ് മെയിൻ്റനൻസ് RCM എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വർക്ക് സ്റ്റഡിയാണ്. എന്താണ് വർക്ക് സ്റ്റഡി? It is a technique which ensures the best possible use of men, machine, material and energy in carry out specific activity. ഒരു സ്പെസിഫിക് ആക്ടിവിറ്റി ക്യാരി ഔട്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള മെന്നിൻ്റെ, മെഷീന്, മെറ്റീരിയൽ, എനർജി, ഇതിൻ്റെ എല്ലാം പോസിബിൾ യൂസിന് ഉറപ്പുവരുന്നതിനെയാണ് വർക്ക് സ്റ്റഡി എന്ന് പറയുന്നത്. ദെൻ മെത്തേഡ് സ്റ്റഡി എന്ന് പറയുന്നത് ഡിവൈഡിങ് ആൻഡ് അനലൈസിങ് എ ജോബ് ഈസ് കോൾഡ് മെത്തേഡ് സ്റ്റഡി. അതായത് ജോബ് അനലൈസ് ചെയ്തുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക, അല്ലേ? ഓരോരുത്തർക്കും ആവശ്യമായിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള ജോലി ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ദെൻ ആ ഒരു ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെത്തേഡുകളും സെലക്ട് ചെയ്ത് കൊടുക്കുക. അതെന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? ടു റെഡ്യൂസ് വേസ്റ്റേജ് ടൈം ആൻഡ് എഫേർട്ട്, അല്ലേ? ടൈം വേസ്റ്റ് ചെയ്യുന്നതിലും എഫേർട്ട് കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നു? റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു. ഓക്കെ. നെക്സ്റ്റ് വർക്ക് മെഷർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് അനലൈസിങ് ജോബ് ഫോർ ദ പർപ്പസ് ഓഫ് സെറ്റിംഗ് ടൈം സ്റ്റാൻഡേർഡ്, അല്ലെ? ഒരു ടൈം സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജോബ് അനലൈസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് വർക്ക് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അങ്ങനെ വർക്ക് മെഷർമെൻറ്റ് നമ്മൾ നടത്തുമ്പോൾ ഓൾട്ടർനേറ്റീവ് മെത്തേഡുകൾ എന്ത് ചെയ്യാൻ പറ്റും? കമ്പയർ ചെയ്യാൻ പറ്റും. ആവശ്യമായിട്ടുള്ള മാൻ പവർ എത്ര ആണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്ലാൻ ചെയ്യാൻ പറ്റും. പ്ലാനിങ്ങും കൺട്രോളിങ്ങും നമുക്ക് പ്രോപ്പറായിട്ട് കണ്ടക്ട് ചെയ്യാൻ പറ്റും. റിയലിസ്റ്റിക് കോസ്റ്റിംഗ് ആയിരിക്കും, ഹ്യൂജ് കോസ്റ്റിംഗ് ഒന്നും ഉണ്ടാവില്ല അവിടെ. പിന്നെ ഡെലിവറി ഡേറ്റ് ഓഫ് ഗുഡ്സ്, ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവ് സ്കീമുകൾ, ഇതെല്ലാം നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും വർക്ക് മെഷർമെൻറ്റ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ. ഇനി 2 തരത്തിലുള്ള വർക്കാണ് മെയിനായിട്ട് ഉണ്ടാവുക ഒരു ഓർഗനൈസേഷൻ: റിപ്പിറ്റേറ്റീവ് വർക്ക് ആൻഡ് നോൺ റിപ്പിറ്റേറ്റീവ് വർക്ക്. റിപ്പിറ്റേറ്റീവ് വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ടൈമിൽ നടക്കുന്നതാണ്, അല്ലെ? ഒരൊറ്റ ടൈമിൽ നടക്കുന്ന കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന വർക്കുകളാണ് എന്ത്? റിപ്പിറ്റേറ്റീവ് വർക്ക്. കണ്ടിന്യൂസ് ആയിട്ട് ഡ്യൂറിങ് ഒരു ടൈമിൽ സ്പെൻഡ് ചെയ്തുകൊണ്ട് എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന വർക്കാണ് റിപ്പീറ്റേറ്റീവ് വർക്ക്. അങ്ങനെ നടക്കാത്തതാണ് എന്തെന്ന് പറയുന്നത്? നോൺ റിപ്പീറ്റേറ്റീവ് വർക്ക് എന്ന് പറയുന്നത്. ഇനി വർക്ക് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ടെക്നിക്സുകളാണ് ടൈം സ്റ്റഡി, സിന്തറ്റിക് ഡാറ്റ, വർക്ക് സാമ്പിളിങ്, പിന്നെ പ്രീ ഡിറ്റർമിൻഡ് മോഷൻ ടൈം സ്റ്റഡി, അനലിറ്റിക്കൽ എസ്റ്റിമേറ്റിംഗ്. ഓക്കെ. അതായത് ടൈം സ്റ്റഡി എന്ന് പറയുമ്പോൾ ഒരു വർക്ക് കണ്ടക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള, ഒരു ആക്ടിവിറ്റി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടൈം എത്രയാണെന്ന് പഠിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പഠിക്കുക വഴി ആവശ്യമായിട്ടുള്ള മൂമെൻറ്റുകൾ, അനാവശ്യമായിട്ടുള്ള ടൈമൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? അനാവശ്യമായിട്ടുള്ള ടൈമുകൾ, ലേഷ്യർ ടൈമുകൾ, ഇതൊക്കെ നമുക്ക്, അല്ലെ? വെറുതെ ഇരിക്കുന്ന ടൈമുകളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ. പിന്നെ സിന്തറ്റിക് ഡാറ്റ സിന്തസൈസ് ചെയ്യുന്ന കഴിഞ്ഞാൽ ഒരുമിച്ച് കൂട്ടുക എന്നാണ് അർത്ഥം. ഓക്കെ. അങ്ങനെ വർക്ക് സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വർക്ക് സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ സാമ്പിൾ എന്താണ്, മോഡൽ എന്താണെന്ന് നോക്കാൻ പറ്റും. ഓക്കെ. നെക്സ്റ്റ് വന്നിട്ട് പറയുന്നത് പ്രീ ഡിറ്റർമിൻഡ് മോഷൻ ടൈം സ്റ്റഡി, അല്ലെ? മൂവ്മെൻറ്റുകൾ. അതാണ് മൂവ്മെൻറ്റുകൾ പഠിക്കുന്നത്. ഒരു ജോലി ചെയ്യാൻ കറക്റ്റ് മൂവ്മെൻറ്റുകൾ, ആവശ്യമായിട്ടുള്ള കറക്റ്റ് മൂവ്മെൻറ്റുകളോട് അനലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ അനലിറ്റിക്കൽ എസ്റ്റിമേറ്റിംഗ് ആണ്, അല്ലേ? ഒരു എസ്റ്റിമേഷൻ, അല്ലേ? ഈ ഒരു വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടൈം എത്രയാണ്, ഓക്കെ, ഈ വർക്കിൻ്റെ കോംപ്ലക്സിറ്റി എത്രയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ അനലൈസ് ചെയ്യാൻ പറ്റണം. ടൈം സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, ഇറ്റ് ഈസ് എ ടെക്നിക് ടു അറൈവ് എ സ്റ്റാൻഡേർഡ് ടൈം ഫോർ പെർഫോമിങ് വൺ സൈക്കിൾ ഓഫ് എ റിപ്പീറ്റേറ്റീവ് ജോബ്. ഒരു റിപ്പീറ്റേറ്റീവ് ജോബ് സൈക്കിൾസാണ് ഉണ്ടാവുക, അല്ലേ? അതിൽ റിപ്പീറ്റേറ്റീവ് ജോബിൻ്റെ 1 സൈക്കിൾ പെർഫോം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ് ടൈം എത്രയാണെന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നു? സെറ്റ് ചെയ്യാൻ പറ്റുന്നു. ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ടൈം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, പ്രഷ്യസ് ആയിട്ടുള്ള ഒന്നാണ്, അല്ലേ? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്, ഫാക്ടറാണ്. അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ് ടൈം അവിടെ ഫിക്സ് ചെയ്യാൻ പറ്റുന്നു. അതുവഴി എന്താണ് ഒരു പെർട്ടിക്കുലർ വർക്ക് ചെയ്യേണ്ടുന്ന ഡ്യൂറേഷൻ എത്രയാണെന്ന് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുന്നു. അതിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുന്നു. അതിനാവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നു. പിന്നെ ഓരോ വർക്കേഴ്സിൻ്റെയും വർക്ക് എഫിഷ്യൻസി കമ്പയർ ചെയ്യാൻ കഴിയുന്നു. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടൈം സ്റ്റഡി കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സാണത്. അതിന് വേണ്ടിയിട്ടാണ് ടൈം സ്റ്റഡി എന്ത് ചെയ്യുന്നത്? സെറ്റ് ചെയ്യുന്നത് തന്നെ, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് നടത്തുന്നത് തന്നെ, ടെക്നിക്ക് നടത്തുന്നത് തന്നെ. മോഷൻ സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ഹ്യൂമൻ്റെ മോഷൻസ്, ഒരു ജോബ് ടാസ്ക് അല്ലെങ്കിൽ ഒരു ടാസ്ക് ചെയ്യുമ്പോൾ, ഒരു ജോബ് ചെയ്യുമ്പോൾ അതിലുപയോഗിക്കുന്ന ഹ്യൂമൻ മോഷൻസ്, മൂവ്മെൻറ്റുകൾ, മോഷൻ മീൻസ് മൂവ്മെൻറ്റുകൾ എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാൻ പറ്റും.
മോഷൻ സ്റ്റഡി വഴി. അതുവഴി നമുക്ക് അൺനെസറി മൂവ്മെൻറ്റ്സുകളെല്ലാം ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, വർക്ക് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ടെക്നിക് ഇൻ വിച്ച് ലാർജ് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആർ മെയ്ഡ് ഓവർ എ പീരീഡ് ഓഫ് ടൈം വൺ ഗ്രൂപ്പ് ഓഫ് മെഷീൻ പ്രൊസർ വർക്ക്. ഓക്കെ, അതായത് ഇതൊരു ടെക്നിക്കാണ്. വർക്ക് മെഷർമെൻറ്റിന് ഉപയോഗിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്നിക്കുകളിലൊന്നാണ് എന്തെന്ന് പറയുന്നത്, വർക്ക് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഒരു പീരീഡ് ഓഫ് ടൈമിൽ ലാർജ് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്, നടത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ കപ്പാസിറ്റി പ്ലാനിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ളത്. അപ്പോൾ കപ്പാസിറ്റി പ്ലാനിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഫേമിന് ഒരു പീരീഡ് ഓഫ് ടൈമിൽ എത്ര എമൗണ്ട് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ടേഴ്സും ടെക്നിക്സും അതിൻ്റെ ഒബ്ജക്റ്റീവ്സും മെഷർമെൻറ്റുകളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.